ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസിൽ വന്നിട്ട് ആദ്യം തന്നെ പറയാം. കാരണം ഒരു വർക്കിൻ്റെ തിരക്ക് കാരണം കൊണ്ട് നമുക്ക് വീഡിയോസ് അധികം പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സൗണ്ട് ചെറിയ പ്രശ്നമുണ്ട്, അതാണ് സൗണ്ടിൻ്റെ ചെറിയൊരു വ്യത്യാസം വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിലെന്താ വെച്ചാൽ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരിക്കും, വലിയ ലെങ്ത് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 3 കാറ്റ് 6ൻ്റെ കേബിൾ കാണുന്നുണ്ട്. നിങ്ങൾ കാണുന്ന പോലെ 3 ക്വാളിറ്റിയുള്ള കേബിളാണ്. അപ്പോൾ ഈ കേബിളിനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പോൾ നമുക്ക് മണ്ണിൻ്റെ അടിയിൽ കൂടി ഇടുന്ന CC ക്യാമറ അല്ലെങ്കിൽ ഡോർ ബെല്ലൊക്കെ ഉണ്ടല്ലോ, ഡോർ ബെല്ലിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന സമയത്ത് സാധാരണ ഈ CC ക്യാമറയുടെ കേബിൾ ഇടുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ ഡാമേജ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് മാറ്റേണ്ട ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് ഇടങ്ങാറായിരിക്കും. കാരണം ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവുക. കുറേ ലെങ്ത്തും കൂടുതലായതുകൊണ്ട് നമുക്ക് വലിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ 3 ക്വാളിറ്റിയിലുള്ള ഒരു കാറ്റ് 6ൻ്റെ കേബിളാണ്, നെറ്റ്വർക്ക് കേബിളാണ് ഞാൻ ഇതിൽ പറയുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണാൻ നോക്കട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കാണുന്ന 3 ക്വാളിറ്റിയുള്ള കേബിളാണ്. അപ്പോൾ ഈ 3 ക്വാളിറ്റി എവിടൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ സാധാരണ എല്ലാവരും കാണുന്ന ഒരു കേബിളാണ് ഈ കാണുന്ന സാധാരണ കാറ്റ് 6 കേബിൾ. ഇത് ഇങ്ങനെ കണ്ടുണ്ടാവും. ഇതിൽ തന്നെ പല മോഡലിലും പല ക്വാളിറ്റിയിലും വരാറുണ്ട്. ഈ ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞ് പല മോഡലും വരാറുണ്ട്. ഇതൊരു ആവറേജ് ക്വാളിറ്റിയാണ്. ഇതിനേക്കാളും കൂടിയ ക്വാളിറ്റി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ CC ക്യാമറക്കൊക്കെ ഇടുന്ന സമയത്ത് വീടിൻ്റെ ഉൾഭാഗത്ത് കൂടി അല്ലെങ്കിൽ ഷോപ്പിൻ്റെ ഉൾഭാഗത്ത് കൂടി ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കേബിൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുഴപ്പമില്ല, അധികം നമുക്ക് ഡാമേജും കാര്യങ്ങളൊന്നും അധികം വരില്ല. നേരെ മറിച്ച് നമ്മൾ വീടിൻ്റെ പുറത്തേക്ക് വരുമ്പോൾ, അതായത് ഔട്ട്ഡോർ വലിക്കുന്ന സമയത്ത്, ഇതിപ്പോൾ ഇൻഡോർ ആണ്, ഇൻഡോറിന് നമുക്ക് ഈ കേബിൾ ഉപയോഗിക്കാം. ഔട്ട്ഡോറിന് നമ്മൾ ഈ കേബിൾ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഭാവിയിൽ കുറേ കാലം കഴിയുമ്പോൾ ഇതിൻ്റെ കുറച്ച് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ വരും, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ മൊബൈലിൽ വലിച്ച് മാറ്റിയാൽ മതി. പക്ഷെ ഔട്ട്ഡോർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കേബിളിനെക്കാട്ടും നല്ലത് നമ്മൾ ഈ ഒരു കേബിളാണ് എടുക്കുക നല്ലത് കേട്ടോ. ഇതിനെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു കോട്ടിങ് വരുന്നുണ്ട്. അതായത് ഇതിൻ്റെ ഇതിൽ തന്നെ നമുക്ക് ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇതിൻ്റെ ക്വാളിറ്റി തന്നെ നല്ല വ്യത്യാസം വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിന് മുകളിൽ കൂടി ഒരു ബ്ലാക്ക് കോട്ടിങ് വരുന്നുണ്ട്, സ്ലീവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തു കൂടി അറിയാലോ, നമ്മളെ കേരളത്തിലെ അവസ്ഥ പറഞ്ഞാൽ വെയിലും മഴയും കാര്യങ്ങളൊക്കെ കൊള്ളുന്ന ഏരിയ ആയിരിക്കും. അപ്പോൾ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഇട്ടുണ്ടാവുക. വെയിലടിക്കുന്ന സമയത്ത് ഹീറ്റ്നെസ് ആയിട്ട് ഡാമേജ് ആവാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു കോട്ടിങ് കൊടുത്തൊരു ഒരു കേബിളാണ് ഈ കാറ്റ് 6ൻ്റെ കേബിൾ വരുന്നത് കേട്ടോ. ഇതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അത്ര വലിയ ലെങ്ത് ഉള്ള വ്യത്യാസമൊന്നുമില്ല, ചെറിയൊരു മാറ്റേ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിൽ പോയാൽ കിട്ടുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് വരുന്നത്, നമ്മളിപ്പോൾ വീടിൻ്റെ മണ്ണിൻ്റെ അടിയിൽ കൂടി ഇടുന്നത് ഈ 2 കേബിളും ഉപയോഗിക്കരുത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, കുഴപ്പം വരില്ല. പക്ഷേ എന്നാലും നമ്മൾ മണ്ണിൻ്റെ അടിയിൽ കൂടി ഇടുന്നുണ്ടെങ്കിൽ UG കേബിൾ, അതായത് ഇത് UG ആണ്. അപ്പോൾ നമുക്ക് കാറ്റ് 6 UG വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതൊരു വീട്ടിലേക്ക് വേണ്ടിയിട്ട് വരുത്തിയതാണ്. ഒരുപാട് അന്വേഷിച്ച് ഒരുപാട് സ്ഥലത്ത് പോയി കിട്ടിയത് ഒരു UG കേബിളാണ് ഇത് കേട്ടോ. ഇത് നമുക്ക് സാധാരണ 20യുടെ പൈപ്പ് കൂടി ഒന്നും വളച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. അത് അത്രയും ഹാർഡ്നെസ് ഉള്ള ഒരു വയറാണ്. അതായത് ബെൻഡ് ആക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ച് ലെങ്ത് ആയതുകൊണ്ട് വേഗം ബെൻഡ് ആക്കാം. ഇതിപ്പോൾ ചെറിയ പീസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ബെൻഡ് ആക്കാൻ പറ്റില്ല, കാരണം എന്താ, നല്ല ഹാർഡ്നെസ് കൂടിയ വയറാണ്. അപ്പോൾ നമ്മളിത് ഇട്ടിരിക്കുന്നത് ആ സൈഡിൽ ഇട്ടിരിക്കുന്നത് 1.25 ഇഞ്ചിൻ്റെ പൈപ്പ് കൂടിയാണ് നമ്മൾ ഈ കേബിൾ ഇട്ടിരിക്കുന്നത്, പുറത്തു കൂടിയുള്ള വയർ കേട്ടോ. ഔട്ട്ഡോർ നമ്മൾ ഗേറ്റിലേക്കും അതേപോലെ ഓട്ടോമേഷൻ്റെ അവിടേക്കും അതേപോലെ ഡോർബെല്ലിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കേബിളാണ് ഇത്. അപ്പോൾ ഇത് പുറത്തു കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ലോങ് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. കറക്റ്റായിട്ട് തന്നെ നമുക്കത് ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളും വരില്ല. ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയാനുള്ളത് നല്ല ഫസ്റ്റ് ക്വാളിറ്റി സംഭവമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിലും 3 സ്ലീവിനെക്കാട്ടിലും ഇതിൻ്റെ സ്ലീവ് 2 സ്ലീവിനെക്കാട്ടിലും കുറച്ചുകൂടി കേജ് കൂടിയ സ്ലീവാണ് ഇതിൽ ഉള്ളിലത്തെ സ്ലീവ് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞൊരു അലുമിനിയം കോട്ടിങ് വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ സപ്പോർട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് വലിയൊരു ഹാർഡ്നെസ് ഉള്ള ഒരു ബ്ലാക്ക് സ്ലീവ് വരുന്നത്. അപ്പോൾ നമുക്ക് പുറത്തു കൂടി ഇടുന്ന സമയത്ത് എന്താണ് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ചെതലല്ല ഉറുമ്പ് കാര്യങ്ങൾ കടിക്കുക, കുറേ കഴിയുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്ന് കട്ടാവുക. അങ്ങനെ ഒരു വലിയൊരു വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻ്റർലോക്ക് ഇടുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഈ സംഭവം ഇട്ട് കഴിഞ്ഞാൽ സാധാ കേബിൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിക്കണം എന്നുണ്ടെങ്കിൽ ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ പൊളിച്ച് മാറ്റേണ്ടി വരും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് വലിയില്ല. ലെങ്ത്ത് എത്ര വലിച്ചാലും ഇത് ഹാർഡ്നെസ് ആയതുകൊണ്ട് വലിഞ്ഞ് കിട്ടില്ല. അപ്പോൾ നമുക്ക് പിന്നീട് ഇത് വലിക്കാനോ ഇത് ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് വലിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ അതിനൊരു ജംഗ്ഷനോ കാര്യങ്ങളൊക്കെ സിൻഡെക്സ് ബോക്സോ കൊടുത്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മളിത് ചെയ്തിട്ടുള്ള ഒരു വീട് നിങ്ങൾക്ക് ഉടനെ വരുന്നതാണ്. അതിൽ ഞങ്ങൾ കറക്റ്റായിട്ട് ഞാൻ ഇത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതാണ്. അവിടെ ഏകദേശം നല്ല അത്യാവശ്യം ലെങ്ത്ത് കൂടിയതുകൊണ്ട് നമുക്ക് ഒരുപാട് സ്ഥലത്തേക്ക് ഇട്ടിട്ടുണ്ട് ഈ കേബിൾ കേട്ടോ.
അപ്പോൾ ഇതിൻ്റെ അതേപോലെ തന്നെ നമുക്ക് നെറ്റ്വർക്ക് കേബിളും വരുന്നുണ്ട്. CAT6 അല്ല, നമ്മൾ സാധാരണ ഫൈബർ കേബിൾ ഉണ്ടല്ലോ, ഫൈബർ ഒപ്റ്റിക്കലും നമുക്ക് UG വരുന്നുണ്ട്. അത് നമ്മൾ ആ സൈറ്റിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊരു നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ വലിയൊരു വീടൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഇതേപോലത്തെ കേബിളുകൾ ഉപയോഗിക്കുക. കാരണം ഇതേപോലത്തെ കേബിളുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ്ങിലേക്ക് പുറത്തു കൂടി ഇടുന്നതിന് ഒരു കാരണവശാലും നമുക്ക് ചിന്തയും വേണ്ട, കറക്റ്റായിട്ട് തന്നെ കംപ്ലൈൻറ്റ് ഇല്ലാതെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇനി നമ്മളെ വീഡിയോസൊക്കെ കുറച്ചായിട്ട് വരുന്നുണ്ട് കേട്ടോ. കാരണം തിരക്കുള്ള കാരണം കൊണ്ടാണ് നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യായിരുന്നത്. അപ്പോൾ ഈ കേബിൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഇത് നമുക്ക് സാധാരണ ഷോപ്പിൽ കിട്ടില്ല. ആദ്യം തന്നെ നമ്മളിത് ഓർഡർ ചെയ്ത് വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷോപ്പിലാണെന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ കൊടുന്നു തരുന്നതാണ്. റേറ്റ് എന്ന് പറയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം സാധാരണ CAT6 കുറച്ച് റേറ്റ് കൂടുതലാണ്. കാരണം ഇത് UG ആയതുകൊണ്ട് കുറച്ച് റേറ്റ് വ്യത്യാസം, അതായത് ഒരു വലിയ തരത്തിലുള്ള റേറ്റ് വ്യത്യാസമല്ല. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു 5000 രൂപയുടെ UGക്ക് സാധാ CC ക്യാമറയുടെ വയർ എടുക്കുമ്പോൾ ആയിക്കൂടെ ഒരു 3000-3500 രൂപയുടെ അധികത്തിലുള്ള വ്യത്യാസമേ വരുള്ളൂ. മൊത്തം 8500-9000 രൂപയുടെ ആ വ്യത്യാസം നമുക്ക് ഇതിൽ കാണിക്കുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ആരിസ്.